ഒരുപാട് കയറ്റിറക്കങ്ങൾക്ക് ശേഷം അർഹമായ ഒരു പദവിയിലേക്ക് എത്തുകയാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? അല്ല, ഏൽപ്പിച്ച വകുപ്പുകൾ ഭംഗിയായി നടത്തുക, അതാണ് എൻ്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. കാരണം രണ്ട് വകുപ്പുകളും വളരെ കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് വളരെയധികം വിവാദമായിട്ടുള്ള വകുപ്പുകളാണ്. അപ്പോൾ വിവാദങ്ങളില്ലാതെ ഈ വകുപ്പുകളെ മുന്നോട്ട് നയിക്കുക. ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് രോഗികൾക്ക് ആവശ്യത്തിനുള്ള മരുന്നുകൾ ലഭ്യമാക്കുക, മെഡിക്കൽ കോളേജുകളിൽ നിലത്ത് കിടക്കുന്ന ആ ഏർപ്പാട് അവസാനിപ്പിക്കുക, അതുപോലെ തന്നെ ദേവസ്വം ബോർഡുകളിൽ അഴിമതി പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുക. ഇതാണ് പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത്. അതനുസരിച്ച് ഗവൺമെൻറ് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ഡോക്ടർമാരുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിർമ്മിച്ച പല കെട്ടിടങ്ങളിലും ഡോക്ടർമാരോ സ്റ്റാഫോ ഇല്ലാത്തതുകൊണ്ട് അത് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. ഇതിനെല്ലാം ഉപരിയായി UDF ഗവൺമെൻറ് കാലത്ത് ആരംഭിച്ച് LDF സർക്കാർ അടച്ചുപൂട്ടിയ 2 മെഡിക്കൽ കോളേജുകളുണ്ട്. ഒന്ന് തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയുടെ സമീപം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ഒരു ട്രാജഡി എന്ന് പറയുന്നത് 100 സീറ്റ് അനുവദിച്ചിട്ടാണ് ഇല്ലാതാക്കിയത്. അതിനെ ഞെക്കിക്കൊല്ലുകയാണ് ഉണ്ടായത്. അത് പുനരാരംഭിക്കണം. പക്ഷേ അത് പുനരാരംഭിക്കുമ്പോൾ തുടക്കം 1 മുതൽക്ക് ആരംഭിക്കണം. അതോടൊപ്പം ഹരിപ്പാട് ഏക്കർ കണക്കിന് സ്ഥലം അക്യൂർ ചെയ്തിട്ട് പോലും പിന്നീട് വന്ന LDF സർക്കാർ അത് ഇല്ലാതാക്കി. അപ്പോൾ ഈ 2 മെഡിക്കൽ കോളേജുകൾ പുനരാരംഭിക്കുക, ഇതാണ് ലക്ഷ്യം. അതോടൊപ്പം തന്നെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ നിയമോപദേശം തേടുക. കാരണം ഇപ്പോഴത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ചത് ഹൈക്കോടതിയാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കാരണം അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയൊക്കെ ചേർന്ന് ആലോചിച്ചുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കും. ഈ മെഡിക്കൽ കോളേജുകളുടെ കാര്യം പറയുമ്പോൾ അത് ഈസി പ്രോസസ് ആണ് എന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് നമുക്ക് നടത്തണം. ഒരു ചലഞ്ചാണ് ഞങ്ങളെ സംബന്ധിച്ചത്. മെഡിക്കൽ കോളേജുകൾ 2 പുതിയത് ആരംഭിക്കുകയും നിലവിലുള്ള മെഡിക്കൽ കോളേജുകൾ കൂടുതൽ രോഗികൾക്ക് സൗകര്യപ്രദമാക്കുക, ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരും, സ്റ്റാഫിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരും. അപ്പോൾ സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ ഡോക്ടർമാരെയും സ്റ്റാഫിനെയും വയ്ക്കാതിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കാര്യം ഒരു വളരെ സന്തോഷപ്രദമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രി തന്നെയാണ് ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്തത്. അപ്പോൾ ആരോഗ്യ വകുപ്പിന് അദ്ദേഹം ഒരു സ്പെഷ്യൽ പ്രയോറിറ്റി, എല്ലാ വകുപ്പുകളും പ്രധാനപ്പെട്ടാണ്, പക്ഷേ ആരോഗ്യം ജനങ്ങളെ ബാധിക്കുന്നതാണ്. ആ കാര്യത്തിൽ ഒരു സ്പെഷ്യൽ പ്രയോറിറ്റി ധനകാര്യ വകുപ്പിൽ നിന്നും ലഭ്യമാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇതിപ്പോൾ ഈ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ കഴിഞ്ഞ സർക്കാരിനെ ജനങ്ങൾ പുറത്താക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ നേരിടേണ്ടി വന്ന അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയർന്ന വകുപ്പ് കൂടിയാണ് അത്. അതിനെതിരായ വികാരം കൂടിയാണ് ഈ ഫലം എന്ന് പറയുന്നത്. ചലഞ്ചായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ജനങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ ഗവൺമെൻറ്റിന് 105 സീറ്റ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ 102 സീറ്റ് നൽകിയിട്ടില്ല. അപ്പോൾ അതൊരു ചലഞ്ചാണ് ഞങ്ങളെ സംബന്ധിച്ച്. ആ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും. അപ്പോൾ സിസ്റ്റം ശരിയാക്കണം. കാരണം സിസ്റ്റം ശരിയാക്കാനാണല്ലോ ഗവൺമെൻറ്. സിസ്റ്റം ശരിയല്ല നമ്മൾ പറയുമ്പോൾ ആ സിസ്റ്റം ശരിയാക്കേണ്ടതാരാ? മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്, ഗവൺമെൻറ് ഉത്തരവാദിത്തമുണ്ട്. കഴിഞ്ഞ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ ആരോഗ്യ വകുപ്പിനെ പറഞ്ഞത് മുഖ്യമന്ത്രി എന്ന പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം പറഞ്ഞ വെന്റിലേറ്ററിലാണെന്ന്, ഞാൻ പറഞ്ഞു മോർച്ചറിയിലാണെന്ന്. അപ്പോൾ ഇനി അങ്ങനെ ആക്ഷേപങ്ങളില്ലാതിരിക്കുക. വിമർശനത്തിന് വേണ്ടിയിട്ടുള്ള വിമർശനങ്ങളെ അല്ല ഞങ്ങൾ കാര്യമാക്കുന്നത്. എന്നാൽ പോരായ്മകളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഞങ്ങൾ അതിൻ്റേതായിട്ട് ഗൗരവത്തിലെടുക്കും. ഈ വകുപ്പ് എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയാകുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു സ്ക്രൂട്ടണി ഇതിൽ നടക്കുമെന്ന കാര്യം കൃത്യമാണല്ലോ ഈ 5 വർഷവും. തീർച്ചയായിട്ടും. കാരണം രോഗികൾക്ക് പരാതി ഉണ്ടാകരുത് ആരോഗ്യ വകുപ്പിനെ കുറിച്ച്. അതാണ് ഞങ്ങൾ ആ പരാതികൾ ഒഴിവാക്കി ഭംഗിയായി വകുപ്പ് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ദേവസ്വം വകുപ്പിന്റെ കാര്യം കൂടി എടുത്താൽ അന്വേഷണത്തെ കുറിച്ച് പറഞ്ഞു. SITയിൽ വിശ്വാസമുണ്ടോ? കഴിഞ്ഞ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ SIT പിരിച്ചുവിടാൻ ഞങ്ങൾക്ക് അധികാരമില്ല. കാരണം കോടതിയാണ് നിയമിച്ചത്. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിയുമായും ആഭ്യന്തര വകുപ്പുമായി മന്ത്രിയുമായിട്ട് ആലോചിച്ച് അക്കാര്യത്തിൽ ഒരു തുടർ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ ഗവൺമെൻറ് മാറിയ സാഹചര്യത്തിൽ ഞങ്ങളാരും അത് അന്വേഷണത്തിൽ ഇടപെടില്ല. പക്ഷേ അന്വേഷണം നിഷ്പക്ഷമായിരിക്കണം, കുറ്റം ചെയ്താൽ ശിക്ഷിക്കണം. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾക്ക് ചെയ്യാൻ സാധ്യമല്ല.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.